ഈ ലോകത്തെ ഒരു എം.എൽ.എക്കും കുഴലിന്റെ ഈ ഗതി വരരുതേ. മൂവാറ്റുപുഴയിലെ ഒരു കിഫ്ബി പദ്ധതിയുടെ ഉദ്ഘാടന വേദി. ഇത്രയും കാലം കിഫ്ബിയെ കുറ്റം പറഞ്ഞിട്ടും അതിനെതിരെ കേസും പോയി നടന്ന കുഴൽനാടൻ ഉളുപ്പില്ലാതെ ഉദ്ഘാടന വേദിയിൽ പുട്ടിയൊക്കെ അടിച്ചു വന്ന് ഞെളിഞ്ഞിരുന്നതാണ്. എന്ത് വേണം? നാട്ടുകാർ പണ്ടത്തെ പോലെ അല്ലല്ലോ. വസ്തുതകൾ കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്തൊരു ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഇരിക്കണ ഇരിപ്പ് നോക്കിയേ. ചില ആളുകൾ കിഫ്ബി ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഈ കിഫ്ബി കേരളത്തെ കടക്കണിയിലാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ മാത്യു കുഴൽനാടൻ എം.എൽ.എ. ആണ് അങ്ങനെ കോടതിയെ സമീപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, കോടതിക്ക് മനസ്സിലാകുന്നില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, മൻമോഹൻ സിംഗിന് മനസ്സിലാകുന്നില്ല, ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള തരത്തിൽ കിഫ്ബിക്കെതിരായി ശക്തമായ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏതായാലും കിഫ്ബി എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, കോടതിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, എം.എൽ.എക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. നാണമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല, അതില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപാര തൊലിക്കെട്ടി, അതാണല്ലോ ഇവരുടെ ഒരു സവിശേഷത. കിഫ്ബിയെ ഒരു സൈഡിലൂടെ മൈക്ക് കെട്ടി കുറ്റം പറയുക, അതിലൂടെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി ഇൻസർട്ടും ചെയ്ത് കോട്ടും ഇട്ട് വന്ന് ഞെളിഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടവർ ഇന്നത് നടപ്പായി കാണുമ്പോൾ കുറ്റം പറഞ്ഞ വ്യക്തി തന്നെ അതിന്റെ ക്രെഡിറ്റിന് വരുമ്പോൾ നാട്ടുകാർ കയറി ഊക്കി വിടുമോ ഇല്ലയോ? അതേ സംഭവിച്ചോളൂ. സ്വാഭാവികം. എല്ലാ കോൺഗ്രസിന്റെയും UDF-ന്റെ MLA-മാർക്ക് ഇതൊരു പാഠമായിരിക്കണം. കാര്യം പണ്ടത്തെ പോലെ അല്ല, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബാക്കിലൂടെ പോയി ഒരു കയ്യിൽ വാങ്ങിയതിന് ശേഷം മുന്നിൽ വന്ന് നിന്നിട്ട് അതിന്റെ സ്വാദ് അനുഭവിച്ചതിന് ശേഷം കുറ്റം പറയും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഏതെങ്കിലും ചടങ്ങിന് പോയി മൃഷ്ടാനം കഴിച്ചതിന് ശേഷം വെളിയിലിറങ്ങി പല്ലി കുത്തിയിട്ട് ഇതാരും ഈ ഫുഡ് ഉണ്ടാക്കിയ കൊള്ളില്ല എന്ന് പറയുന്ന അതേ മനോഭാവം, അതിനെയാണ് നാട്ടുകാർ പൊളിച്ചു കൊടുത്തത്. അതുകൊണ്ട് കുഴലിനും ഇതിലൂടെ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. പുറത്തിറങ്ങി ചാനലുകൾക്ക് മുന്നിലെ കോലുകൾക്ക് ഡയലോഗ് അടിച്ചിട്ട് അത് നാട്ടുകാരെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരും കാര്യങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ടി സിദ്ദിഖിന് കിട്ടിയ കൂവല് പോലെ തന്നെ ഒരു പൊതുവേദിയിൽ വെച്ച് മാത്യു കുഴൽനാടനെ ഇങ്ങനെ ഇരുത്തി പൊരിച്ചത്. ഇത് ആരും നിർബന്ധിച്ചിട്ടല്ല, കേട്ട് നിവർത്തികേട് കൊണ്ടാണ് ഇങ്ങനെ പലർക്കും ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്. കുഴൽനാടൻ ഫ്രൈ, കുഴൽനാടൻ റോസ്റ്റ് എന്ന ടാഗ് ലൈനിൽ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ്.